കരൾ അല്ലെങ്കിൽ ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവങ്ങളിൽ ഒന്നാണ്. അതിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കരളാണ് ഒരു ഫാക്ടറി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അതായത് വേണ്ടാത്ത വസ്തുക്കളെയും അതേപോലെ തന്നെ മാലിന്യം അല്ലെങ്കിൽ വിഷാംശം ശരീരത്തിന് പുറത്ത് കളയുന്നതിനും ഒക്കെ നമ്മളിപ്പോൾ മരുന്ന് കഴിച്ചാലും ആ മരുന്നിലും വേണ്ടത് മാത്രം നിലനിർത്തി വേണ്ടാത്ത കളയുന്നതും ഒക്കെ കരളാണ്. അപ്പോൾ ഈ കരളിന്റെ പ്രവർത്തനം നിലച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാളുടെ ജീവൻ അപായത്തിലാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും അല്ലെങ്കിൽ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും കൊണ്ട് കരൾ രോഗങ്ങളുടെ തോതും ഇന്ന് കൂടി വരുന്നുണ്ട്. കരൾ രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പണ്ട് കരൾ രോഗങ്ങളെ കുറിച്ച് പറയുന്നത് എപ്പോഴും മദ്യപന്മാരിൽ ഉണ്ടാകുന്ന ഒരു അസുഖം എന്നായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം, മദ്യം കൈകൊണ്ട് തൊടാത്ത അല്ലെങ്കിൽ ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാർക്കും കരൾ രോഗം വന്ന് അവര് മരിച്ചു പോകുന്നതായിട്ടും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പല പ്രമുഖ വ്യക്തികളിൽ പോലും അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇത് ഒരു ഐ ഓപ്പണർ അല്ലെങ്കിൽ കണ്ണ് തുറപ്പിക്കുന്ന ഒരു വസ്തുതയായിട്ട് മാറുന്നത്. ഞാൻ ഇന്നുവരെ വെജിറ്റേറിയൻ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ മദ്യമൊന്നും കഴിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന ആൾക്കാരിൽ പെട്ടെന്നൊരു ബോധവൽക്കരണം പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയിൽ കരളിന് അസുഖമുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാം, അത് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്താണ്, കരളിന് രോഗം വരുന്നത് നമുക്ക് തടുക്കാൻ പറ്റുമോ, എത്രത്തോളം സുഖകരമായ രീതിയിൽ ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ തീർച്ചയായിട്ടും കരളിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥകൾ നമ്മൾ പല ഘട്ടങ്ങളായിട്ടാണ് ഉണ്ടാകുന്നത്. ഒറ്റയടിക്ക് കരളങ്ങ് നിന്നു പോകുന്ന അല്ലെങ്കിൽ പ്രവർത്തനം നിലച്ചു പോകുന്ന ഒരു അവസ്ഥയുമല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കരളിന് രോഗാവസ്ഥ പിടിപെടുന്നത്, അതായത് എന്തൊക്കെ സാധ്യതകളുണ്ട്, ആർക്കൊക്കെ പിടിപെടാം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. വളരെ ശരിയാണ് സൂചിപ്പിച്ചത്. പണ്ട് കാലത്ത് കരൾ രോഗം വന്നു കഴിഞ്ഞാൽ ഇത് മദ്യപാനിയാണ് എന്നൊരു ലേബിൾ വീണ് കഴിഞ്ഞു. പക്ഷേ ഇന്നത് ഒട്ടും ശരിയല്ല എന്ന് മാത്രമല്ല ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നാം ഇന്ന് കാണുന്നത്. മദ്യം ഇതുവരെ രുചിച്ചിട്ടില്ലാത്ത വ്യക്തി, അദ്ദേഹത്തിന്റെ ജീവിതശൈലിയിലുള്ള ക്രമക്കേട് കാരണം ഫാറ്റി ലിവർ ഉണ്ടാകുകയും ഈ ഫാറ്റി ലിവർ 10, 20, 30 വർഷം വളരെ നിശബ്ദമായി ഈ വ്യക്തിയിൽ നിലനിന്നിട്ട് ആ ഫാറ്റി ലിവർ, അതായത് കരളിൽ ആദ്യം കൊഴുപ്പടിയുന്നു. അമിതാഹാരമാണല്ലോ പ്രശ്നം. ആഹാരം അധികം കഴിക്കുന്നു, ഈ കഴിക്കുന്ന ഭക്ഷണോർജ്ജം ശരിയായ രീതിയിൽ കത്തിച്ച് കളയുന്ന ഒരു ശാരീരിക അധ്വാനം, ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യാതെ വരുമ്പോൾ ഈ കരളിലടിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് ക്രമേണ കരളിനെ ഡാമേജ് ചെയ്തു തുടങ്ങുകയാണ്, കേടുവന്നു തുടങ്ങുന്നു. ആദ്യം കരളിന് വീക്കം ഉണ്ടാകുന്നു, ഹെപ്പറ്റൈറ്റിസ്, ഫാറ്റി ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നു. അപ്പോൾ കരളിന്റെ വീക്കത്തിന്റെ സ്റ്റേജും പ്രത്യേകിച്ച് രോഗിക്ക് ബുദ്ധിമുട്ടോ വേദനയോ ഒന്നും തരുന്നില്ല, ലക്ഷണങ്ങളില്ല. കരൾ രോഗ ചികിത്സയിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ ലക്ഷണമില്ലായ്മയാണ്. രോഗിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു, കാർഡിയോളജിസ്റ്റിനെ പോയി കാണാം. ഇതങ്ങനെയല്ല. അപ്പോൾ നിശബ്ദമായ വ്യതിയാനങ്ങൾ കരൾ കോശങ്ങളിൽ സംഭവിക്കുമ്പോഴും രോഗി ഇതറിയുന്നില്ല. ഒരു ഡോക്ടറെ അടുത്തോ മെഡിക്കൽ ഫെസിലിറ്റിയിലേക്കോ ചെന്നെത്താനുള്ള യാതൊരു സൂചനകളും രോഗിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കരളിൽ കൊഴുപ്പടിയുന്നു, അത് കഴിഞ്ഞ് കരൾ വീങ്ങുന്നു. 2ാം ഘട്ടം, 3ാം ഘട്ടമായ കോശങ്ങൾ മരിച്ചുപോയതിനു ശേഷം കരളിൽ വടുക്കൾ അടിയുന്ന അഥവാ സ്കാർ ടിഷ്യൂ അടിയുന്ന ഒരവസ്ഥ വന്ന് അവസാനം കരൾ സിറോസും കരൾ ക്യാൻസറും ആകുന്നു. ഈ പറഞ്ഞ പ്രക്രിയകളെല്ലാം കരളിനുള്ളിൽ സംഭവിക്കാൻ ഏതാണ്ട് 20, 30 വർഷം എടുക്കും. ഈ 30 വർഷത്തിൽ അവസാനത്തെ 2 വർഷം എങ്ങാനും രോഗിക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ വന്നാലായി. അപ്പോൾ 28 വർഷം, ഒരു ബഹുഭൂരിഭാഗം സമയവും കരളിനുള്ളിൽ നിശബ്ദമായി മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഗി അറിയുന്നില്ല എന്നുള്ളതാണ് ഈ കരൾ രോഗ ശാസ്ത്രത്തിലെ ഒരു വലിയൊരു പ്രശ്നവും വെല്ലുവിളിയും. ഇനിയും മറ്റൊരു കാഴ്ചപ്പാടിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ ഈ വ്യത്യാസങ്ങൾ നാം നേരത്തെ പറഞ്ഞ കരളിൽ കൊഴുപ്പടിയുന്നു, വീക്കം വരുന്നു, അതിനുശേഷം കരളിൽ വടുക്കളടിയുന്നു, പിന്നീട് സിറോസ് വരുന്നു, ക്യാൻസർ വരുന്നു. ഇതിലൊരു ഘട്ടം വരെ നാം ഇത് കണ്ടെത്തുകയാണെങ്കിൽ പരിപൂർണമായി കരളിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന വസ്തുതയാണ്. എന്നാൽ ആ തിരിച്ചു വരാൻ പറ്റുന്ന അവസ്ഥ അഥവാ റിവേഴ്സിബിൾ ആയിട്ടുള്ള അവസ്ഥയ്ക്ക് ശേഷമാണ് നാം കണ്ടെത്തുന്നത്. ഉദാഹരണത്തിന് സിറോസിസോ അല്ലെങ്കിൽ കരൾ ക്യാൻസറോ എത്തിയതിന് ശേഷമാണ് കണ്ടെത്തുന്നതെങ്കിൽ ഭാരിച്ച ചെലവാണ് അതിന്റെ ചികിത്സയ്ക്കായി ചെലവഴിക്കേണ്ടി വരും. ഉദാഹരണത്തിന് കരൾ മാറ്റിവെക്കൽ പോലെയുള്ള ശസ്ത്രക്രിയകൾ ചെയ്യുമ്പോൾ 25, 30 ലക്ഷമൊക്കെ അതിന് ചെലവാകുന്നു. കരൾ ക്യാൻസർ വരുമ്പോൾ അതിന്റെ ചികിത്സയ്ക്കും ഭാരിച്ച ചെലവാണ്. എന്നാൽ നിശബ്ദാവസ്ഥയിൽ തിരിച്ചു വരാൻ പറ്റുന്ന അവസ്ഥയിലാണോ കരളിപ്പോൾ ഇരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക ചെലവൊന്നുമില്ല. പലപ്പോഴും ജീവിതശൈലിയിലെ ക്രമീകരണം മാത്രമേ വേണ്ടി വരുള്ളൂ. അത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ പരിപൂർണമായി പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യത ഇല്ലാതെ തന്നെ നമുക്ക് കരളിനെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ കഴിയും എന്നുള്ള ഈ ഒരു കൺസെപ്റ്റിന്റെ പിൻബലമാണ് സ്ക്രീനിംഗ് പരിശോധനകളുടെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അതായത് നമുക്ക് കരളിന് രോഗം വരുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് അതിന്റെ തുടക്കകാലങ്ങളിൽ തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഒരു ഇടപെടൽ വേണ്ടത് എന്നുള്ളതാണ്. ആ ഇടപെടൽ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം. ഫലപ്രദമായി ചെയ്യാൻ സാധിക്കും. ആ റിവേഴ്സിബിൾ സ്റ്റേജ്
സ്റ്റേജിന് മുന്നേ കണ്ടെത്തുകയാണ്. അതായത് തിരിച്ചു വരാൻ പൂർവ്വസ്ഥിതിയിലേക്ക് കരളിനെ ആക്കാൻ പറ്റുന്ന ഒരു ഡാമേജിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 10-20-30 വർഷം കൊണ്ട് സംഭവിക്കുന്ന ഡാമേജ് വിശദീകരിച്ചിരുന്നല്ലോ. അതിലൊരു ഘട്ടം വരെയാണ് നമുക്ക് തിരിച്ചുപോക്ക് സാധ്യമാകുന്നത്. ആ ഘട്ടത്തിന് ശേഷം കരളിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും ആ നിശബ്ദാവസ്ഥയിൽ, അതുകൊണ്ടാണല്ലോ കരൾ രോഗങ്ങളെ പലപ്പോഴും നിശബ്ദ കൊലയാളികൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗമുള്ള ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിൽ കാണാം. ശ്വാസമുട്ട് വന്നാൽ തീർച്ചയായും ഡോക്ടറെ അടുത്ത് തന്നേ പറ്റുള്ളൂ. അതുപോലെ ഹൃദ്രോഗത്തിന്റെ കാര്യമാണെങ്കിലും മറ്റു പല അസുഖങ്ങളും രോഗിക്ക് സൂചനകൾ, ബുദ്ധിമുട്ടുകൾ, സഹിക്കാൻ പറ്റാത്ത വേദന, ഇത്തരം പ്രശ്നങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് അതിന്റെ ചികിത്സകളൊക്കെ പലപ്പോഴും നടക്കും. മറ്റവയവങ്ങളുടെ, കരളിന്റെ കാര്യത്തിൽ മാത്രം അവസാന ഘട്ടം എത്തുമ്പോൾ മാത്രമേ രോഗി തിരിച്ചറിയുന്നുള്ളൂ, ഡോക്ടറെ അടുത്തോ ഒരു ആശുപത്രിയിലോ എത്തുന്നുള്ളൂ എന്നുള്ളത് ഒരു ഭാഗം. രണ്ടാം ഭാഗം, അങ്ങനെ അഥവാ എത്തുമ്പോൾ ഇതിന്റെ ചികിത്സാ ചെലവ് വളരെ 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 ഭാരിച്ചതായി മാറുന്നു എന്നുള്ളതാണ് എൻ്റെ രണ്ടാം. അതായത് ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം വേറെ രീതി പറയുകയാണെങ്കിൽ, ലക്ഷണങ്ങൾ വന്നു തുടങ്ങുമ്പോൾ കരളിനെ തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ അധികരിച്ച അവസ്ഥയിലുള്ള ഒരു കരൾ ഡാമേജ് ആയി നമുക്ക് കാണേണ്ടി വരും. നേരത്തെ നിശബ്ദാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ സ്ക്രീനിംഗ് പരിശോധന മൂലം കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ വളരെ ചുരുക്കം ചെലവിൽ മാത്രം കരളിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഈ ഒരു കൺസെപ്റ്റാണ് നമുക്ക് വാസ്തവത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ആ തത്വമാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. കാരണം സ്ക്രീനിംഗ് പരിശോധനകളിലൂടെ മാത്രം കണ്ടെത്താൻ കഴിയുന്ന ഒരു അവയവത്തിന്റെ രോഗം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ കരളിലെ രോഗാവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരളിൽ കൊഴുപ്പടിയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഇതല്ലാതെ ഇപ്പം മദ്യപാന്മാരിൽ കരളിന് കേടുവരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഡോക്ടർ പറഞ്ഞ ഈ 10-20 വർഷം കൊണ്ട് സംഭവിക്കുന്ന ഒരു മാറ്റം എന്നുള്ളതാണ്. ഇതല്ലാതെ നമുക്ക് കരളിലെ എന്തൊക്കെ കരൾ രോഗങ്ങൾ കരളിനെ ബാധിക്കാം? മദ്യപാനത്തിന്റെ കരൾ രോഗവും മദ്യപാനമല്ലാത്ത ജീവിതശൈലിയിലെ ക്രമക്കേടിന്റെ കരൾ രോഗവും ഏതാണ്ട് ഒരേ രീതിയിലാണ് മുന്നോട്ട് പോവുക. കരളിൽ കൊഴുപ്പടിയുന്നു, വീക്കം വരുന്നു, വടുക്കളടിയുന്നു, സിറോസിസ്, ക്യാൻസർ. ഇനിയും ഈ രണ്ട് കാരണങ്ങളല്ലാതെ മറ്റ് കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈറസിന്റെ അണുബാധയാണ്. കരളിനോട് കൂടുതൽ ഒരു താല്പര്യമുള്ള വൈറസുകളുണ്ട്. കരളിനെ മാത്രം ചെന്ന് അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളുണ്ട്, ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ. അപ്പോൾ ആ ഹെപ്പറ്റൈറ്റിസ് വൈറസുകളിൽ ബി വൈറസും ഹെപ്പറ്റൈറ്റിസ് സി വൈറസും കരളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതും നിശബ്ദമായിട്ട് തന്നെയാണ് പലപ്പോഴും കരൾ ഡാമേജ് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാക്കുക. വർഷങ്ങളോളം എടുത്ത് ഈ കരൾ വീക്കവും ഉണ്ടാക്കി കരൾ സിറോസിസിലും കരൾ ക്യാൻസറിലും എത്തുമ്പോഴായിരിക്കും ഈ വൈറസ് അണുബാധ കൊണ്ടുള്ള കരൾ രോഗങ്ങളും നമ്മുടെ തിരിച്ചറിവിലേക്ക് വരിക. ഇനി ഈ വൈറസിന്റെ അണുബാധ കൂടാതെ ചില ജനിതക കാരണങ്ങൾ കരൾ രോഗത്തിന് കാരണമാവാറുണ്ട്. കുടുംബങ്ങളിലൊക്കെ കരൾ രോഗം വരുന്നതായിട്ട് നാം കാണാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഈ ചെമ്പടിയുന്ന രോഗം, വിൽസൺസ് രോഗം എന്നാണ് ഇതിന് പറയുന്നത്, ഇരുമ്പടിയുന്ന രോഗം, ഹീമോക്രോമറ്റോസിസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത്തരം ചില ജനിതകമായിട്ടുള്ള രോഗങ്ങൾ. ഇനിയും ഫാറ്റി ലിവർ എന്ന് നാം നേരത്തെ ജീവിതശൈലിയിലെ ക്രമക്കേട് കൊണ്ടുണ്ടാകുന്ന രോഗം അഥവാ ലൈഫ് സ്റ്റൈൽ ലിവർ ഡിസോർഡർ എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും അതും കുടുംബങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ അതിനും ഒരു ജനിതക പിൻബലം ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. ഒരു ജനറ്റിക് ബാക്കപ്പ് ഈ ഫാറ്റി ലിവർ ഡിസീസിൽ, മദ്യപാനം കൊണ്ടല്ലാത്ത ഫാറ്റി ലിവർ രോഗത്തിലും ജനറ്റിക്സിന്റെ ഒരു സാധ്യതയുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് അപൂർവങ്ങളായിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശേഷി, അതെ, നമ്മുടെ പ്രതിരോധ ശക്തി അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു വൈറസിനെയോ ബാക്ടീരിയയോ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമല്ലാത്തൊരു സംഗതിക്കെതിരെ മാത്രമേ യുദ്ധം ചെയ്യുള്ളൂ. പക്ഷേ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിൽ ഒരു തെറ്റിദ്ധാരണ സംഭവിക്കുകയാണ്. രോഗപ്രതിരോധ ശക്തി സ്വന്തം അവയവത്തിനെതിരെ തന്നെ യുദ്ധം തുടങ്ങുന്നു. അപ്പോൾ കരൾ കോശങ്ങൾക്കെതിരെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ രോഗപ്രതിരോധ ശക്തി യുദ്ധം ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു അവസ്ഥയെ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. ഇതും കരൾ സിറോസിസിന്റെയും കരൾ ക്യാൻസറിന്റെയും കാരണമാണ്. നമ്മുടെ ജീവിതശൈലിയെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ജീവിതശൈലി മൂലം കൊഴുപ്പടിയുന്ന കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ ശാരീരികമായിട്ട് ഒരു ശരീരപ്രകൃതിയിൽ വരുന്ന ഒരു മാറ്റം, അതും കരൾ രോഗം ഉള്ള അല്ലെങ്കിൽ പിടിപെടാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ പറയാറുണ്ട്, പൊണ്ണത്തടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കരൾ രോഗ സാധ്യത, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിശബ്ദാവസ്ഥയിൽ എനിക്ക് കരൾ രോഗം ഉണ്ടോ എന്ന് ഞാൻ എങ്ങനെ അറിയും? മദ്യപാനികൾ, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും മദ്യപാനം ഒരു കരൾ രോഗ കാരണമാണ്. 2, അമിതവണ്ണം ഉള്ള വ്യക്തികൾക്ക് കരൾ രോഗ സാധ്യത കൂടുതലാണ്. അമിതവണ്ണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ആളുകളുടെ ബോധത്തിലേക്ക് വരുന്നില്ല, എനിക്ക് അനുവദിക്കപ്പെട്ട ശരീരഭാരമല്ല ഞാൻ കൊണ്ട് നടക്കുന്നതെന്നുള്ളത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഭാരം ഉയരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു കാൽക്കുലേഷൻ ഉണ്ട്, BMI. ഇത്ര ഉയരമുള്ള ആൾക്ക് ഇത്ര ഭാരമേ വരാൻ പാടുള്ളൂ. അപ്പോൾ സെന്റിമീറ്റർ കണക്കിൽ ഒരാളുടെ ഉയരം പറയുകയാണെങ്കിൽ അത് 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ അലൗഡ് അഥവാ അയാൾക്ക് അനുവദനീയമായ വെയിറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാം. ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാം. ലളിതമായ ഒരു ഉദാഹരണം, 173 സെന്റിമീറ്റർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് 100 കുറയ്ക്കുമ്പോൾ 73 ആണല്ലോ വരുന്നത്. ആ 73 കിലോ ആണ് അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്ന ഭാരം. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അമിതവണ്ണമെന്ന് കാണേണ്ടി വരും. അത്തരക്കാർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് എന്താണ് ഈ സ്ക്രീനിങ് എന്നുള്ളത്, നമ്മൾ എപ്പോഴത് ചെയ്യണം? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഇതനുസരിച്ച് നമുക്ക് ഈ അമിതവണ്ണമോ
അല്ലെങ്കിൽ മദ്യപാനികളാണെങ്കിലോ ഒക്കെ നമ്മൾ എന്തായാലും കുടുംബപരമായിട്ട് ഉള്ള വിൽസൺസ് ഡിസീസോ അല്ലെങ്കിൽ ഇരുമ്പടിയുന്ന രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സ്ക്രീനിങ്, അതായത് രോഗം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള പരിശോധന, അതാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എപ്പോൾ ചെയ്യണം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് സ്ക്രീനിങ് പരിശോധനകൾ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എപ്പോൾ ചെയ്യണം, ആർക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എപ്പോൾ ചെയ്യണം, ഏത് പ്രായത്തിലാണ് കരൾ രോഗ സ്ക്രീനിങ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുക്കുന്നതിന് മുന്നേ സ്ഥിതി വിവര കണക്കുകളിലേക്ക് ഒന്ന് എത്തി നോക്കുന്നത് നല്ലതാണ്. ലോകത്തെമ്പാടും ഫാറ്റി ലിവർ രോഗം, കരളിൽ കൊഴുപ്പടിയുന്ന രോഗത്തിൻ്റെ ഒരു ശതമാന കണക്ക് പറയുകയാണെങ്കിൽ 30% എന്ന് റഫ്ലി പറയാൻ പറ്റും. പക്ഷേ കേരളത്തിൽ ഇതിൽ നിന്നും കൂടുതലായിട്ടാണ്. തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പഠനത്തിൽ 49% ആളുകളിലും ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. അതായത് ആകെ ജനസംഖ്യയുടെ 50% അതെ, 2 പേരെ നമ്മൾ കണ്ടാൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. അത്രത്തോളം വളരെ സാധാരണമായി കണ്ടെത്തുന്ന ഒരു രോഗമായി മാറിക്കഴിഞ്ഞു ഇന്ന് 2025. അതായത് ഭക്ഷണ ലഭ്യത ആണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം, അഥവാ ദാരിദ്ര്യം അല്ല എന്നുള്ളൊരവസ്ഥയിൽ എല്ലാവർക്കും ഫാറ്റി ലിവർ എന്ന് കാണേണ്ടതായിട്ട് വരുന്നു. അറ്റ്ലീസ്റ്റ് 2-ൽ ഒരാൾക്കെങ്കിലും ഫാറ്റി ലിവർ ഉണ്ട്. ഭക്ഷണശീലം എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, തീർച്ചയായിട്ടും അതിൽ മാറ്റം വന്നു. കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് കാലഘട്ടം എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നോൺ വെജിറ്റേറിയനും എണ്ണയാഹാരങ്ങളും ഒക്കെ വളരെ അമിതമായ രീതിയിൽ, ഈ റെസ്റ്റോറൻറ്റ് ഫുഡ് ഉൾപ്പെടെയുള്ളത് വളരെ അതിൻ്റെ ലഭ്യത കൂടി കഴിഞ്ഞു. എന്നാൽ നമുക്ക് ആ ഭക്ഷണം വാങ്ങാൻ ഉള്ളൊരു സാമ്പത്തിക ഉന്നതി വന്നിരിക്കുന്ന ചില ജോലികളും ഒക്കെ നമ്മളെ എക്സർസൈസിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതും ആയിപ്പോയി. വ്യായാമമില്ലാത്ത ജോലി ചെയ്ത് നമ്മൾ സാമ്പത്തികോന്നതി നേടിയെങ്കിലും ഈ സമ്പത്ത് കൊണ്ട് കഴിക്കുന്ന ആഹാരം ശരീരത്തിൽ തങ്ങി നിൽക്കുന്നതേ ഉള്ളൂ, അല്ലാതെ കത്തിച്ച് പോകാൻ തക്കവണ്ണമുള്ളൊരു എക്സസൈസ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്കിനി ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. എപ്പോൾ സ്ക്രീനിങ് ചെയ്യണം, 2-ൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ഉദ്ദേശം 40 വയസ്സ്. സാധാരണ നമ്മൾ പണ്ട് കാലത്തൊക്കെ കരൾ സിറോസിസ് 60 വയസ്സുകളിലോ അല്ലെങ്കിൽ 50-ന് ശേഷമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ 40 വയസ്സിൽ ഈ ഫാറ്റി ലിവർ രോഗവും കരൾ സിറോസും ഒന്നും അത്ര അസാധാരണമല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉദ്ദേശം ഒരു 40 വയസ്സിന് ശേഷം സ്ക്രീനിങ് പരിശോധനകൾ ആരംഭിക്കാം. 40 വയസ്സിൽ തന്നെ തീർച്ചയായിട്ടും ചെയ്യേണ്ട ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യപാനം ശീലമുള്ള ആളുകൾ 1, 2 അമിതവണ്ണം, നാം നേരത്തെ സൂചിപ്പിച്ച ബോഡി മാസ് ഇൻഡെക്സ് അനുവദനീയമായ പരിധിക്ക് അപ്പുറത്തേക്ക് പോയ വ്യക്തികളുണ്ടെങ്കിൽ അവർ സ്ക്രീനിങ് പരിശോധനയ്ക്ക് തീർച്ചയായിട്ടും വിധേയരായിരിക്കണം. കുടുംബപരമായിട്ട് കരൾ രോഗങ്ങൾ, കരൾ സിറോസൊക്കെ, കരൾ ക്യാൻസറോ ഉള്ള ആളുകളും തീർച്ചയായിട്ടും സ്ക്രീനിങ് പരിശോധനയ്ക്ക് വിധേയരായിരിക്കണം. അപ്പോൾ 40 വയസ്സിന് ശേഷമാണ് നാം സ്ക്രീനിങ്, കരൾ രോഗ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കേണ്ടതും സ്ക്രീനിങ് പരിശോധനയ്ക്ക് വിധേയരാവേണ്ടത്. ഇനി എന്തൊക്കെ ടെസ്റ്റുകളാണ് നമുക്ക് സ്ക്രീനിങ്ങിന് വേണ്ടി ചെയ്യാൻ കഴിയുക? പലപ്പോഴും എൻ്റെ പ്രാക്ടീസിൽ LFT അഥവാ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു രക്തപരിശോധനയുടെ റിപ്പോർട്ടുമായി രോഗികൾ വരും. അവർക്ക് ഇപ്പോൾ കരൾ സിറോസ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ LFT അഥവാ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ രക്തപരിശോധന ഞാൻ എല്ലാ വർഷവും നോക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ അതിലൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ സിറോസിസ് ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. SGOT, SGPT മാത്രമാണ് അതിൽ നിന്ന് നോക്കുന്നത്, അല്ലെ ബിൽറൂബിനാണ് നോക്കുന്നത്. പക്ഷേ ഈ SGOTയിലും SGPTയിലും ബിൽറൂബിനിലും ഒക്കെ വ്യത്യാസം വരുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ്, തുടക്കഘട്ടങ്ങളിലല്ല. അപ്പോൾ നിശബ്ദമായി ഈ കരൾ സിറോസിസ് മുന്നോട്ട് പോകുമ്പോൾ അത് കണ്ടെത്താനുള്ള കഴിവ് പലപ്പോഴും ഈ ലാബ് പരിശോധനകൾക്ക് അഥവാ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന രക്തപരിശോധനയ്ക്ക് കഴിയില്ല. അതിനാണ് നമുക്ക് മറ്റ് പരിശോധനാ സാധ്യതകൾ. അപ്പോൾ അതിൽ സാധാരണയായിട്ട് നമ്മൾ ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടെത്തുന്നത് അൾട്രാസോണോഗ്രാം എന്ന് പറയുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ നിന്നായിരിക്കും. പലപ്പോഴും മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിനായിട്ട് അല്ലെങ്കിൽ ഗൈനക്കോളജി ഡോക്ടറെ കാണാൻ പോകുമ്പോഴല്ലേ യൂറോളജി ഡോക്ടറെ കാണാൻ പോകുമ്പോഴായിരിക്കും ഒരു അൾട്രാസൗണ്ട് സ്കാൻ പറയുകയും അതേ തുടർന്ന് ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അൾട്രാസൗണ്ട് സ്കാൻ സ്ക്രീനിങ് ഉപാധിയായിട്ട് കാണാം. പക്ഷേ ഈ അൾട്രാസൗണ്ട് സ്കാനിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കരളിൽ കൊഴുപ്പടിഞ്ഞു എന്ന് കണ്ടെത്താം, വളരെ അങ്ങ് അറ്റം ചെന്നതിന് ശേഷം കരൾ സിറോസിസ് ഉണ്ടെന്നും കണ്ടെത്താം. ഇതിൻ്റെ ഇടയിലുള്ള സ്റ്റേജിനെ തരംതിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഈ അൾട്രാസൗണ്ട് എന്ന സ്കാനിങ് പരിശോധനയ്ക്ക് ഇല്ല. അതായത് കരളിലെ കോശങ്ങളിൽ മാറ്റം വരുന്ന ഒരു ആ കാര്യം അത് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റില്ല. 2 എക്സ്ട്രീമുകൾ കണ്ടെത്താൻ പറ്റും. തുടക്കഘട്ടമായ കരളിൽ കൊഴുപ്പടിഞ്ഞതിന്റെ ഗ്രേഡ് 1, ഗ്രേഡ് 2, 3 എന്ന് പറയാൻ കഴിയും. 5% കൂടുതലാണെങ്കിൽ ഗ്രേഡ് 1 എന്ന് പറയാം. അതെ, ഗ്രേഡ് 1 30%, അങ്ങനെ 50%. അപ്പോൾ ആ കരളിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിന്റെ തോത് ആദ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഗ്രേഡ് ചെയ്ത് അൾട്രാസൗണ്ട് സ്കാൻ കൊണ്ട് പറയാൻ കഴിയും. ഇനിയും അവസാനമെത്തി 10-20 വർഷം കഴിഞ്ഞ് കരൾ സിറോസ് ആയി മാറുമ്പോഴും അൾട്രാസൗണ്ടിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഇതിന്റെ ഇടയ്ക്കുള്ള ആ ഗോൾഡൻ ടൈം ഒരു 10-20 വർഷത്തോളം കരളിൽ കൊഴുപ്പടിഞ്ഞിട്ട് പിന്നീട് ഇത് ക്രമേണ നിശബ്ദമായി സിറോസിസിലേക്ക് പോകുന്ന അവസ്ഥ കണ്ടെത്താനുള്ള കഴിവ് അൾട്രാസൗണ്ട് സ്കാനിൽ ഇല്ലാത്തതുകൊണ്ട് ഫൈബ്രോ സ്കാൻ എന്നൊരു നൂതന സ്കാനിങ് പരിശോധനയാണ് അതിന് നമ്മൾ സജസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ കരളിലെ കോശങ്ങളാൽ നിർമ്മിതമാണ് ആ ഫൈബർ, അല്ലെങ്കിൽ അതിൻ്റെ ആ കോശങ്ങളുടെ ഘടന മനസ്സിലാക്കി അതിനെയും കൂടെ നമ്മൾ വിലയിരുത്തിക്കൊണ്ടാണ് അതിൽ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അതെ, അതായത് കരളിലെ കോശങ്ങൾ ഈ മാറ്റം വരുന്നു. അതിന് കോശങ്ങളുടെ നശിക്കൽ സംഭവിക്കുമ്പോൾ ആ നശിച്ച കോശങ്ങളുടെ പുറത്തേക്കാണ് ഫൈബ്രോസ്
ഫൈബ്രോസിസ് അഥവാ വടുക്കൾ അടിയുക, സ്കാർ ടിഷ്യൂ അടിയുക. ഈ സ്കാർ ടിഷ്യൂവിന്റെ അളവ് കാലാകാലങ്ങളിൽ കൂടുമ്പോഴാണല്ലോ അവസാനം കരൾ സിറോസിസ് ആവുന്നത്. ഈ പ്രക്രിയ അറിയണമെങ്കിൽ ഫൈബ്രോ സ്കാൻ തന്നെ വേണം. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തീർച്ചപ്പെടുത്താൻ പറ്റുള്ളൂ കരളിന് നാശം സംഭവിച്ചു എന്നുള്ളത്. അതൊന്ന് കൃത്യമായി ആ ഒരു കരളിന്റെ നാശത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, കരൾ സിറോസിന്റെ വഴിയിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാം എന്ന് മാത്രമല്ല പരിപൂർണമായി തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ഘട്ടമുണ്ട്. ഇപ്പോൾ ഫൈബ്രോ സ്കാനിന്റെ റിപ്പോർട്ടിൽ 4 ഫൈബ്രോസിസ് അവസ്ഥകളാണ്. F1, F2, F3, F4. ഇതിൽ F3 വരെയാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ജീവിതശൈലിയിലെ ക്രമീകരണങ്ങൾ കൊണ്ടും ചില മരുന്നുകൾ കൊണ്ടും F3 നിന്ന് തിരിച്ച് നമുക്ക് കരളിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ഉണ്ട്. എന്നാൽ F4 എന്ന് പറഞ്ഞാൽ ഏതാണ്ടത് കരൾ സിറോസിസ് എന്ന് പറയുന്നതിന് തുല്യമാണ്. F4 എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല, മറിച്ച് കരൾ സിറോസിൻ്റെതായ ചികിത്സ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. കരൾ സിറോസിസ് വന്നു കഴിഞ്ഞാൽ കരൾ ക്യാൻസറിനുള്ള ഒരു റിസ്ക് ഉള്ളതുകൊണ്ട് ആ ട്യൂമർ ചെക്കപ്പുകൾ കാലാകാലങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫൈബ്രോ സ്കാൻ ചെയ്യുമ്പോൾ കരൾ ഡാമേജിന്റെ തോതറിയുക മാത്രമല്ല നമുക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുകയും ചെയ്യും. ഇനിയും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ കരൾ സിറോസിൽ എത്തിപ്പോയാൽ കരൾ ട്യൂമർ ചെക്കപ്പുകൾ ചെയ്യാനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്താനും ഫൈബ്രോ സ്കാനിന്റെ പരിശോധന കൊണ്ട് നമുക്ക് സാധ്യമാകുന്നു. അതായത് ശരിക്കും ഒരു ചെക്ക് പോസ്റ്റ് വെക്കുന്നത് പോലെയാണ്. ചെക്ക് പോസ്റ്റ്, പക്ഷേ പല ലെവലുകളുള്ള ചെക്ക് പോസ്റ്റ്. അതെ, തിരിച്ചു പോകാൻ പറ്റുമെങ്കിൽ പോകാം, അതല്ല ഈ ചെക്ക് പോസ്റ്റ് അടഞ്ഞു പോയെങ്കിൽ മുന്നോട്ട് തന്നെ കരൾ സിറോസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഇത്തരം തിരിച്ചറിവുകളൊക്കെ ഫൈബ്രോ സ്കാൻ വഴി നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്നും തീർച്ചയായിട്ടും ഒരാൾക്ക് കരൾ രോഗം വരാൻ സാധ്യതയുള്ളവരും അല്ലെങ്കിൽ അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള വളരെ നല്ല വിവരങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക്, അതായത് ഒരു പരിശോധന വഴി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു ചികിത്സ നൽകി കരളിനെ രക്ഷിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതല്ല നമ്മൾ ലക്ഷണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് പിന്നെ ഡോക്ടർ പറഞ്ഞ അന്ത്യഘട്ട രോഗത്തിലെ നമുക്കത് കണ്ടെത്താൻ കഴിയുള്ളൂ. അന്ത്യഘട്ട രോഗങ്ങളിൽ പലപ്പോഴും ഭാരിച്ച ചെലവാണ് ചികിത്സയ്ക്ക്. അപ്പോൾ കരൾ എന്നുള്ള നമ്മുടെ പ്രധാനപ്പെട്ട അവയവത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ് ഡോക്ടർ ഈ പരിപാടിയിലൂടെ പങ്കുവച്ചത്. ഈ വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. നമസ്കാരം.